നമസ്കരിക്കാത്തൊരു വ്യക്തി നോമ്പ് നോറ്റാൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു മുസ്ലിമിന്റെ അടയാളമാണ് നമസ്കാരം. ഒരാള് മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും പ്രധാനമായ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. പരലോകത്തെ നാളെ ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. അവ്വലുമായി യുഹാസുബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ എന്നാണ്. ഒരടിമ ആദ്യമായിട്ട് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുക നിസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം വിജയിച്ചു. അതിലൊരാൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ നമസ്കാരത്തിൽ ഇല്ലാത്ത ഒരാൾ നോമ്പെടുക്കുന്നത് കൊണ്ട് വിചാരണയിൽ ആദ്യത്തിൽ തന്നെ പരാജയപ്പെടുന്ന ഒരാൾക്ക് പിന്നീട് അതിൽ രക്ഷയുണ്ടാകുക എന്നുള്ള പ്രയാസമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ബൈന റജുലി വബൈനൽ കുഫ്രി അല്ലെങ്കിൽ അബിശ്ശിർക്കി തർക്കുസ്സലാ, ഒരാളുടെയും കുഫറിന്റെയും അല്ലെങ്കിൽ ഷിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരാണ്. അപ്പൊ ആ നിസ്കാരം നിലനിർത്തുന്നവൻ ദീനിനെ നിലനിർത്തിയതാണ്. അതേപോലെ അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫർ, നിസ്കാരം ഒഴിവാക്കിയവൻ കാഫറാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ മറ്റ് കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞല്ലോ, ഫൈൻ താബു വഅഖാമുസ്സലാ വആതുസ് സക്കാ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവര് തൗബ ചെയ്യുകയും നിസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അവർ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്. അപ്പൊ അത് ചെയ്യാത്ത പക്ഷം അവർ മുസ്ലിങ്ങൾ എന്നല്ല എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരുടെ നോമ്പ് സ്വീകരിക്കുക എന്നാണ്. ചില പണ്ഡിതന്മാർ അവരുടെ നോമ്പ് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൃത്യമായിട്ടും വ്യക്തമായും നമുക്കറിയാൻ കഴിയുന്നത് നിസ്കരിക്കാത്ത ഒരാളുടെ നോമ്പ് സ്വീകരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല അഅലം.